ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസിന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രശ്നമുണ്ടാക്കിയേക്കാമെന്ന സെൻസേഷണൽ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയുമായി സംഘർഷം നിലനിർത്തുന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. വളരെ കാലമായി സൗഹൃദത്തിലായിരുന്ന ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും നിലവിലത്തെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ കീഴ്മേൽ മറഞ്ഞിരിക്കുന്നുവെന്ന് വേണം പറയാൻ. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. ഈ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാണ് മുഹമ്മദ് യൂനിസ്. അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് സ്വദേശിയായ യൂനിസ് അമേരിക്കയിലാണ് താമസിച്ചിരുന്നത്. മുഹമ്മദ് യൂനിസിനെ തിരിച്ചു വിളിക്കാനും ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിക്കാനും തീരുമാനിച്ചത് ബംഗ്ലാദേശിലെ പ്രതിഷേധക്കാരാണ്. എന്നാൽ മുഹമ്മദ് യൂനിസ് ഈ സ്ഥാനം ഏറ്റെടുത്തതു മുതൽ ഇന്ത്യയുമായി നിരന്തരം വിയോജിപ്പിലാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. പാകിസ്ഥാനുമായും ചൈനയുമായും ബന്ധം ശക്തിപ്പെടുത്തുകയും ഇന്ത്യയുടെ അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് യു.എസ്. പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് മുഹമ്മദ് യൂനിസിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. സാമ്പത്തിക വിദഗ്ധൻ, ബിസിനസ്സുകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിൽ മുഹമ്മദ് യൂനിസ് ഒരു ബഹുമുഖ പ്രതിഭയാണ്. 2006 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ബംഗ്ലാദേശിൽ ദാരിദ്ര്യം വ്യാപകമായപ്പോൾ ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടു. ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമബാങ്കിലൂടെ, മൈക്രോ ക്രെഡിറ്റിലൂടെയും മൈക്രോ ഫിനാൻസിലൂടെയും അദ്ദേഹം നിരവധി പേരെ സംരംഭകരാക്കി മാറ്റിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. പാവപ്പെട്ടവരുടെ ബാങ്കർ എന്നും മുഹമ്മദ് യൂനിസ് അറിയപ്പെട്ടു. ഗ്രാമബാങ്ക് വഴി 9 കോടി ദരിദ്രർക്കാണ് ഇന്ത്യൻ കറൻസിയിൽ 8,000 രൂപയോളം വായ്പ അദ്ദേഹം നൽകിയിരുന്നത്. അതുപോലെ ഗ്രാമീൺ ടെലികോം വഴി ദശലക്ഷക്കണക്കിന് ആളുകളെ മൊബൈൽ ഫോണുകൾ വാങ്ങാനും അദ്ദേഹം സഹായിച്ചു. 18 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു. 1997 2007 ഇടയിൽ 50,000 ഗ്രാമങ്ങളിലെ 2,60,000 ആളുകളുടെ കൈകളിൽ അദ്ദേഹം മൊബൈൽ ഫോണുകൾ എത്തിച്ചു. 2007 നാഗരിക് ശക്തി എന്ന പേരിൽ ഒരു പാർട്ടി ആരംഭിക്കുകയും പിന്നീട് അത് പിരിച്ചുവിടുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയോടുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ എതിർപ്പ് കാരണമാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി തെരഞ്ഞെടുത്തത്. ഈ സാഹചര്യത്തിൽ മുഹമ്മദ് യൂനിസിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്ന് പറയപ്പെടുന്നു. ഇതിന് പ്രധാന കാരണം മുഹമ്മദ് യൂനിസ് തന്നെയാണ്. അതായത് യൂനിസ് അടിസ്ഥാനപരമായി ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അമേരിക്കയുടെ പിന്തുണക്കാരനാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു റിപ്പബ്ലിക്കനാണ്. കൂടാതെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഹിലറി ക്ലിന്റന്റെ നല്ല സുഹൃത്തു കൂടിയാണ് മുഹമ്മദ് യൂനിസ്. ഹിലറി ക്ലിന്റന്റെ ഭർത്താവും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനുമായും അദ്ദേഹത്തിന് അടുപ്പമുണ്ട്. 2016 യു.എസ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലറി ക്ലിന്റൺ മത്സരിച്ച് പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് പ്രസിഡന്റായി. തെരഞ്ഞെടുപ്പ് സമയത്ത് മുഹമ്മദ് യൂനിസ് ഹിലറി ക്ലിന്റന് ഏകദേശം $3 ലക്ഷം സംഭാവന ചെയ്തു. ഹിലറിയുടെ ഉടമസ്ഥതയിലുള്ള ഫൗണ്ടേഷനിലേക്കാണ് സംഭാവന നൽകിയത്. ഇത് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചു. ഹിലറിയുടെ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ നിന്നും യൂനിസിന്റെ സംഭാവനയുടെ വിശദാംശങ്ങൾ പിന്നീട് നീക്കം ചെയ്തു. അതുപോലെ ബറാക് ഒബാമ 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് 2009 മുതൽ 2013 വരെ ഹിലറി ക്ലിന്റൺ രാജ്യത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. ആ സമയത്തും മുഹമ്മദ് യൂനിസിന് ദശലക്ഷക്കണക്കിന് $US വായ്പ നൽകി. അതുപോലെ മുഹമ്മദ് യൂനിസിന്റെ മകളുടെ പേര് മോണിക്ക യൂനിസ് എന്നാണ്. അമേരിക്കയിൽ താമസിച്ചിരുന്നതിനാൽ മുഹമ്മദ് യൂനിസ് ഇടയ്ക്കിടെ അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. മകൾ മോണിക്ക യൂനിസും ഹിലറി ക്ലിന്റനുമായി അടുപ്പമുള്ളയാളാണ്. ഇത്തരത്തിലുള്ള പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് യൂനിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണത്തിന് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ യൂനിസിനെ ഡൊണാൾഡ് ട്രംപ് അവഗണിച്ചേക്കുമെന്നും പറയപ്പെടുന്നു. കാരണം ബംഗ്ലാദേശ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ മുഹമ്മദ് യൂനിസിനെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട്. എന്നാൽ ഈ അഴിമതി ആരോപണങ്ങളെല്ലാം സർക്കാർ കെട്ടിച്ചമച്ചതാണെന്ന് മുഹമ്മദ് യൂനിസ് അവകാശപ്പെടുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്.